ഹേ മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കാളവണ്ടി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഈ കാളവണ്ടിയുടെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് എന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേർക്കാണെങ്കിൽ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പരിപാടിയും കാര്യങ്ങളും വർക്ക് ആവുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള രീതി ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്തൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റുന്ന രീതി ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടി ഞാൻ പറഞ്ഞു തരുവാണ്. അതുകൊണ്ട് വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഈ ഗ്ലിച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റിക്കർ ആഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റേ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കാളവണ്ടി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് രീതി വേണമെന്ന് ചീപ്പ് കോഡായിട്ട് വേണമെന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു ലിങ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിങ്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെവലപ്പർ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കാണെങ്കിൽ മെയിൻ അപ്ഡേറ്റിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നോവ കാർ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അതേ രീതിയായിരിക്കും നമ്മുടെ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വന്നത്. കാരണം ഇന്നോ നാളെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ വിചാരിച്ച ലിങ്ക് ആയിരിക്കും കിട്ടുന്നതെന്ന് ഡെവലപ്പർ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ പക്ഷേ ഇത് നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഫസ്റ്റ് വരാൻ പോകുന്നൊരു കാളവണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചീപ്പ് കോഡായിട്ടായിരിക്കും വരുന്നത്. അപ്പം എല്ലാവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം RGS മെനു കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് പറ്റുന്നില്ല, ചെയ്യാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ അഭിപ്രായം കൊണ്ടിട്ട് നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചീപ്പ് കോഡായിട്ട് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങൾ അറിയണം എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ കാളവണ്ടിയെ പറ്റിയിട്ട് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിനെ പറ്റി എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങൾ വരുന്നതെന്ന് കൂടുതലും അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അന്നേരം അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഓരോ ചെറിയ ലീക്സായിട്ട് നമുക്ക് ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചീപ്പ് കോഡായിട്ട് വരുന്നതാണ് ഇഷ്ടം, അത് RGS മെനുവായിട്ട് വരുന്നതാണ് ഇഷ്ടം, അതോ പ്ലഗിൻ ആപ്പിനകത്ത് വരുന്നതാണ് ഇഷ്ടം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം എത്ര പേർക്ക് ഏതിനകത്ത് കൂടുതലും ഇഷ്ടമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഫ്രാങ്കിളിനെ നമ്മളിപ്പോൾ കാളവണ്ടിയിൽ ഇരുത്തിയപ്പോൾ തന്നെ കുറച്ച് ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. വേറൊന്നും അല്ല, നമുക്കാണെങ്കിൽ റൈഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഒരു കയറും കാര്യങ്ങളും ഓപ്ഷൻ ഇല്ല. ഇവിടെ കയറും കാര്യങ്ങൾ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ല. കാരണം ഈ കയറും കാര്യങ്ങൾ കൊണ്ടതിൻ്റെ കറക്റ്റ് കാളവണ്ടിയിൽ നമ്മളെങ്ങനെയാണ് റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷന് ഒരു റിയാലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൂടെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെവലപ്പറിനോട് സംസാരിച്ച് നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും ആ കയറും കൂടെ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടെങ്കിൽ ഒരു കാട വെച്ച് നിർത്തിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പറയുവാണെങ്കിൽ ആ കയറും കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ സ്റ്റിക്കർ ആഡ് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് എടുക്കാൻ പറ്റുന്നില്ല, ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് വർക്ക് ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലല്ല ഇട്ടേക്കുന്നത്, നമ്മുടെ വാട്സപ്പ് ചാനലാണ് ഇട്ടേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത പകുതി വരെ ലിങ്കും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നേരെ വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലിങ്കായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ആയിരിക്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഗെയിമിനെ തോന്നിയതിന് ശേഷം നിങ്ങൾക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കാം. ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ട് ഓണാക്കിയാൽ മതി നെറ്റും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നെറ്റ് ഓണാക്കിയിട്ട് ഒരു 5-10 സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് നെറ്റും കാര്യമുള്ള ഗെയിമിലൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് പേസ് ബട്ടൺ, അവിടെ പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്ലേസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. അപ്പം ലിങ്കും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങൾ വർക്ക് ആവാതെ പോകും. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്കാണെങ്കിൽ വാഗ്നർ കാർ കാര്യങ്ങൾ എടുക്കാം. വാഗ്നറിനകത്താണ് വർക്കും കാര്യങ്ങളൊക്കെ 28 എന്ന് കോൾ ചെയ്യണം വാഗ്നർ. അപ്പോൾ 28 കോൾ ചെയ്താൽ നമ്മുടെ പുതിയ വാഗ്നർ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാഗ്നർ കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കാണെങ്കിൽ അതെങ്ങനെ എടുക്കേണ്ടത് നോക്കേണ്ടതാണ്. അപ്പോൾ അവിടെ സൈഡിലാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ സൈഡിലെത്തണം. വണ്ടിയുടെ സൈഡിലും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കളർ ചേഞ്ചിങ്ങിന് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കളർ ചേഞ്ചിങ്ങിന് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി കാര്യങ്ങൾ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കാർ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ കാർ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആണെങ്കിൽ വീലിൻ്റെ സെക്ഷനുണ്ട്.
വീലിൻ്റെ സെക്ഷൻ്റെ അകത്താണെങ്കിൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ വീലിൻ്റെ സെക്ഷൻ മാറത്തില്ല. അതിന് പകരം വാഗ്നർ കാറിന് അവിടെ നമുക്കൊരു സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വീല് ഞാൻ ക്ലിക്ക് ചെയ്തപ്പം നമ്മുടെ ബോണറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്ഷനും കാര്യങ്ങളും വന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണണ്ടോ ഇപ്പോൾ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും വന്നൊക്കെ. അപ്പം ഈ സ്റ്റിക്കറും കാര്യങ്ങളും പെർമനൻ്റ് അല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ RG സ്റ്റൂളിൽ എടുക്കേണ്ടതാണ്. അവിടെ MIC എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. MIC ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ ക്ലിക്ക് കൊടുത്താൽ നമുക്ക് നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം ഫോട്ടോസ്, ഏത് ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടോ ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ MIC ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കാളയുടെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. കാളവണ്ടിയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ബാക്ക് പോവാണ്. എനിക്കിവിടെ ആരോ കാണാൻ സൈഡിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ നമുക്ക് ആ ഒരു ഫോട്ടോ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമ്മുടെ ഗെയിമിലെത്തിട്ട് ആ സ്റ്റിക്കറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഹോം സ്ക്രീനിൽ വരും, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊരു സ്ക്രീനുണ്ട്, വാൾപേപ്പറുണ്ട്, അവിടെ വരും. അതുപോലെ തന്നെ നമുക്കിനി സ്റ്റിക്കറായിട്ടും അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വാഗ്നർ കാറും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. 28 കോൾ ചെയ്യേണ്ടതാണ്. എന്നിട്ട് വാഗ്നർ കാറിൻ്റെ സൈഡിൽ പോയി നിൽക്കണം. ആ ഡോറിൻ്റെ സൈഡിൽ, ആ ഡോറിൻ്റെ സൈഡിൽ പോയി നിന്നാലേ നമുക്ക് ഈ ഓപ്ഷൻ കാര്യങ്ങൾ അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഡോറിൻ്റെ സൈഡിൽ പോയി നിന്നതിന് ശേഷം ആ പടത്തിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളറും ഓപ്ഷൻ വരും. അതിന് ശേഷം വീല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീലിൽ അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്കാണെങ്കിൽ ആ ഫോട്ടോയും കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ സൂം ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്നൈപ്പർ എടുത്തിട്ടാണ് സൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാർ ഈ സ്റ്റിക്കറും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കുറേ പേരാണെങ്കിലും ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പക്ഷേ എന്നാലും നിങ്ങൾ കാറിൻ്റെ ഇവിടെയൊക്കെ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുന്നത്. ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഈ ഒരു സൈഡ് വന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു കളറിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് ആ സ്റ്റിക്കർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ടതാണ്. എന്നാൽ അത് വർക്കും കാര്യങ്ങളും അപ്പോൾ കുറേ പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് ഇവിടെ ആണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് കരുതലോടെ ഇരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കർ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻസും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വേണ്ടവർക്ക് ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്റ്റിക്കറിന് മാത്രമായിട്ട് ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി നമുക്കത് നോക്കാൻ പറ്റുന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ അതിനു വേണ്ടി കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിൻ്റെ അകത്തോട്ട് വരാൻ പോകുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഗ്ലിച്ചും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഷോപ്പ് കാർട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന ഷോപ്പ് കാർട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഷോപ്പ് കാർട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ കയറിക്കാനും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളും അതും ഒന്ന് എടുക്കേണ്ടതാണ്. ഈ ഷോപ്പ് കാർട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ ഇതിനകത്ത് പോയി തന്നെ RG Smidന്റെ അകത്ത് പോയി തന്നെ ഷോപ്പ് കാർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഷോപ്പ് കാർട്ട് എടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഷോപ്പ് കാർട്ട് എടുക്കുക. അതുപോലെ തന്നെ ട്രക്കും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ ഷോപ്പ് കാർട്ടും ട്രക്കിൻ്റെ ഡോറിൻ്റെ അടുത്തും കൊണ്ടുവച്ചിട്ട് ട്രക്കിൻ്റെ അകത്തോട്ട് കയറാനാണ്. ട്രക്കിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ആ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കാം. എന്നിട്ട് നമുക്ക് കണ്ണും കാര്യങ്ങളും എടുത്തിട്ട് നമുക്കിപ്പോൾ ഓടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഷോപ്പ് കാർട്ടിലാണ് ഓടിക്കുന്നത്, പക്ഷേ ട്രക്കിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കണം. കാരണം ട്രക്കിൻ്റെ അകത്തിലെ ഗ്ലിച്ചും കാര്യങ്ങളാണ് വർക്കായത്. അപ്പോൾ ഈ ഗ്ലിച്ചും കാര്യങ്ങളും അത്രയും നല്ലതല്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം കാര്യങ്ങളൊന്ന് പറയേണ്ടതാണ്. ഈ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കാവുന്നുണ്ടോ, അത് ഗ്ലിച്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ കുറേ ഗ്ലിച്ചസും കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുപോലത്തെ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ നാളെ മറ്റന്നാളത്തേക്ക് പുതിയൊരു അപ്ഡേറ്റിൻ്റെ ഒരു ലീക്കും കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ മറ്റന്നാൾ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചെറിയൊരു ഹിൻറ്റും കാര്യം തരാം. നമ്മൾ കുറച്ച് ഹെലികോപ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോലീസിൻ്റെ ഹെലികോപ്റ്ററും കാര്യങ്ങളും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും. നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിൽ നമ്മളത്
അറിയിക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങൾ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ പ്രോപ്സ്, അതുപോലെ തന്നെ പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് സുപ്ര കാര്യങ്ങളൊക്കെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സുപ്രയുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സുപ്രയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് പറയേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയേണ്ടതാണ്. നമ്മളിവിടുന്ന് കൂടുതലും എത്ര പേര് ആ ഒരു കാര്യങ്ങളും ഇഷ്ടം പോലെ ആവർത്തിച്ച് കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഒരാൾ തന്നെ 10-20 വട്ടം കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരാളല്ല, എല്ലാവർക്കും വേണ്ട കാര്യം. ഇപ്പോൾ ഷിൻചാനാണ് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഷിൻചാൻ വേണമെന്ന് പറഞ്ഞ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഷിൻചാൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരാൾ മാത്രമായിട്ട് ഒരു 10-20 കമൻറ്റ് അത് വേണം എന്ന് പറഞ്ഞ് മാത്രം കമൻറ്റ് ചെയ്തതിനെ തന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡെവലപ്പറും അത് ശ്രദ്ധിക്കുന്നുണ്ട്, ഡെവലപ്പറും അത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡെവലപ്പറിന് അത് മനസ്സിലാക്കണം. കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗെയിമിലേക്ക്. എല്ലാവരുടെയും കൂടി ഇഷ്ടം നോക്കിയിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളും എടുത്ത് നമുക്ക് ഇട്ട് തരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണെന്ന്.